ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സംഘർഷം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യ മൊത്തത്തിൽ വിഴുങ്ങാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലാണ് ലോകം ഇന്ന്. ഇസ്രയേൽ മാധ്യമങ്ങളും സൈനിക വൃത്തങ്ങളും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനിയൻ ഭരണകൂടത്തെയും അവരുടെ സൈനിക അടിത്തറയും പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അതിശക്തമായ വ്യോമ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. പതിറ്റാണ്ടുകളായി നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇസ്രയേലും ഇറാനും ഇന്ന് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ്. ഇസ്രയേൽ പ്രതിരോധ സേന ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ കേവലം ഒരു തിരിച്ചടി മറിച്ച് ഇറാന്റെ സൈനിക ശേഷിയെ ദശകങ്ങൾ പിന്നിലേക്ക് തളച്ചിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള കൃത്യമായ പ്ലാനിംഗ് ആണ്. ഇസ്രയേൽ വ്യോമസേന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംഘർഷം തുടങ്ങിയത് മുതൽ ഇതുവരെ ഏകദേശം 5000-ലധികം ബോംബുകൾ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വർഷിച്ചു കഴിഞ്ഞു. ഇത് ആധുനിക യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ ആയിരക്കണക്കിന് ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലിലെ രാമത്ത് ഡേവിഡ് എയർബേസ് കമാൻഡർ കേണൽ അലെഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണം കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല. ഇറാന്റെ ഹൃദയഭാഗമായ ടെഹ്റാൻ മേഖലയിലാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പ്രധാനമായും നാശം വിതയ്ക്കുന്നത്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള കേന്ദ്രങ്ങൾ ഇതിനോടകം തകർക്കപ്പെട്ടു. IRGC ആസ്ഥാനം, ഇറാന്റെ സൈനിക കരുത്തിന്റെ നട്ടെല്ലാണ് ഈ ആസ്ഥാനം. ഖുദ്സ് ഫോഴ്സ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ്, വിദേശ രാജ്യങ്ങളിൽ ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വിഭാഗമാണിത്. ബാസിജ് അർദ്ധ സൈനിക സേന, രാജ്യത്തിനകത്തെ സുരക്ഷാ ചുമതലയുള്ള ഈ വിഭാഗത്തിന്റെ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു. സൈബർ യൂണിറ്റുകൾ, ഇസ്രയേലിനെതിരെ ഡിജിറ്റൽ യുദ്ധം നയിക്കുന്ന ഇറാന്റെ സൈബർ വിഭവങ്ങളും നശിക്കപ്പെട്ടു. ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഏറ്റവും നിർണായകമായത് F-35I സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ പ്രകടനമാണ്. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കുന്നു. പടിഞ്ഞാറൻ ഇറാനിലെ കെർമൻഷാ മേഖലയിൽ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാൻ സജ്ജമാക്കിയിരുന്ന ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ തകർത്തത്. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് വിക്ഷേപിക്കാൻ തയ്യാറായി നിർത്തിയിരുന്ന ഡസൻ കണക്കിന് മിസൈലുകൾ വിക്ഷേപണത്തിന് മുൻപേ തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു എന്നത് ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പരാജയമായും കണക്കാക്കപ്പെടുന്നു. കിഴക്കൻ ടെഹ്റാനിലെ ഒരു സൈനിക സമുച്ചയത്തിന് നേരെ 100-ലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയം പറന്നുവന്ന് 250-ലേറെ ബോംബുകൾ വർഷിച്ചത് ഇസ്രയേലിന്റെ വ്യോമശക്തിയുടെ പ്രകടനമാണ്. ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷയിൽ അവരുടെ വിമാനത്താവളങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ടെഹ്റാന്റെ മെഹ്റാബാദ് വിമാനത്താവളത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഇതോടെ ഇറാന്റെ ആകാശം ഇസ്രയേൽ വിമാനങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇറാന് സ്വന്തം ആകാശത്തെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഇസ്രയേലിന്റെ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ ശക്തമായ പിന്തുണയുണ്ട്. ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്ക് വലിയ ദൂരമുണ്ട്. യുദ്ധവിമാനങ്ങൾക്ക് അത്രയും ദൂരം പറന്ന് ആക്രമണം നടത്തി തിരികെ വരണമെങ്കിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ഡസൻ കണക്കിന് ഇന്ധന ടാങ്കർ വിമാനങ്ങൾ നിലവിൽ ഇസ്രയേലിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ സഹായം ഉള്ളതുകൊണ്ടാണ് ഇസ്രയേലിന് ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ വളരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നതും. ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തെ തന്നെ താഴെ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇസ്രയേൽ നീങ്ങുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. സൈനിക കേന്ദ്രങ്ങൾക്കൊപ്പം ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ, സൈബർ സെല്ലുകൾ, ഇന്റലിജൻസ് വിഭാഗങ്ങൾ എന്നിവയെ ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ സൂചനയാണ്. ഭരണകൂടത്തിന് സൈന്യത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ഇസ്രയേൽ പയറ്റുന്നത്. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല. ഇത് പശ്ചിമേഷ്യയിലെയും ലോകത്തെയും സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തെ ബാധിക്കും. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സംഘർഷം ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ലോകത്തിലെ എണ്ണ വിതരണം അവതാളത്തിലാകും. ഇറാന്റെ സഖ്യകക്ഷികളായ റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുമെന്നത് നിർണായകമാണ്. വരും ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയതോടെ ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇസ്രയേൽ തങ്ങളുടെ വ്യോമ മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ ഇന്റലിജൻസ് കരുത്തിന് മുന്നിൽ പലപ്പോഴും അവർ പതറുന്ന കാഴ്ചയാണ് കാണുന്നത്. വരും ആഴ്ചകളിൽ ഇറാനിലെ ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ കൂടി തകർക്കപ്പെടുമെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇറാന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി മാറാനാണ് സാധ്യത. സമാധാന ചർച്ചകൾക്ക് നിലവിൽ പ്രസക്തി ഇല്ലാത്ത വിധം സാഹചര്യം വഷളാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകം ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം.